സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിൻ്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. സങ്കീർത്തനം 143 എൻ്റെ 11ാമത്തെ വാക്യം. ഞാൻ ഇരുണ്ടൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. ആ 5 വാക്കുകൾ COVID-19 മഹാമാരിയോടെ കടന്നുപോയ പ്രശസ്തയായ ഒരു സ്ത്രീയുടെ വേദന നിറഞ്ഞ അനുഭവം വെളിവാക്കുന്നു. ഈ പുതിയ സ്വാഭാവികമായി പൊരുത്തപ്പെടുന്നതിന് അവൾക്കൊരു വെല്ലുവിളിയായിരുന്നു. അവളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരേ അവസരത്തിൽ ആത്മഹത്യ ചെയ്താലോ എന്നുവരെ അവൾ ചിന്തിച്ചു. തന്നെ താഴോട്ട് വലിക്കുന്ന ചുഴിയിൽ നിന്ന് പുറത്തു കടക്കാൻ തന്നെ കരുതുന്ന ഒരു സുഹൃത്തിനോട് തൻ്റെ കഷ്ടതകൾ താൻ പങ്കുവെച്ചു. പ്രക്ഷുബ്ധമായ മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം, കാലങ്ങൾക്കകം നാം പലപ്പോഴും വിധേയപ്പെടാറുണ്ട്. കുരിശിൽ താഴ്വരകളും കഠിനമായ സ്ഥലങ്ങളും നമുക്ക് അന്യമല്ല. എന്നാൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്ന വെല്ലുവിളി നിറഞ്ഞതാണ്. ചിലർക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം വേണ്ടിവരും. സങ്കീർത്തനം 143 ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട അവസ്ഥ കഴിയുന്ന പ്രാർത്ഥനകൾ നാം കേൾക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ സംഭവം വ്യക്തമല്ല. എങ്കിലും ദൈവത്തോടുള്ള തൻ്റെ പ്രാർത്ഥന സത്യസന്ധവും പ്രത്യാശ നിറഞ്ഞതുമാണ്. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവനെന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിലെ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നാം നമ്മോട് തന്നെയും നമ്മുടെ സുഹൃത്തുക്കളോടും ആരോഗ്യവ്യക്തരോടും പങ്കുവച്ചാൽ മാത്രം പോരാ. സങ്കീർത്തനം 143 കാണുന്ന പോലെ ദൃഢമായ അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് നമ്മുടെ ചിന്തകളുമായി അടുത്തു വരണം. നമ്മുടെ ഇരുണ്ട അവസ്ഥകൾ ദൈവത്തിന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ജീവനും വെളിച്ചം ഏകുന്ന ആഴമേറിയ പ്രാർത്ഥനയുടെ അവസരമായി മാറാം. നിങ്ങൾ ഇരുണ്ട കാലഘട്ടത്തിൽ നടുവിൽ നിങ്ങൾ എങ്ങനെയാണ് സാധാരണമായി പ്രതികരിക്കുക? നിങ്ങളുടെ കഷ്ടപ്പാടുകളെ നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും ദൈവത്തോടും സത്യസന്ധത പുലർത്തുവാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങനെയുള്ള എൻ്റെ ബലവും പ്രത്യാശയും പുതുക്കണമേ. ഇരുണ്ട നിമിഷങ്ങൾ എന്നെ അകമേ നിന്നും പുറമേ നിന്നും ക്ഷയിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ അങ്ങനെയൊക്കെ വരുവാൻ എന്നെ സഹായിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാതെ നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.